നമസ്കാരം KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് വാടക വീട്ടിൽ നിന്നും പിടികൂടിയ നിരോധിച്ച 2000 രൂപയുടെ കള്ളനോട്ട് ശേഖരം എണ്ണിത്തീർത്തത് 24 മണിക്കൂർ സമയമെടുത്ത് 20ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്നാണ് തുക എണ്ണിത്തിട്ടപ്പെടുത്തിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ കാസർഗോട്ടും ആം ആദ്മി പ്രതിഷേധം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. കാസർഗോഡ് ജില്ലയിൽ ബൈക്കിലെത്തി മാല പൊട്ടിക്കുന്ന സംഭവം. പ്രതികളെ പിടികൂടുവാനാകാതെ പോലീസ്. കാഞ്ഞങ്ങാട്ടും ആശങ്ക. സമൂഹ മാധ്യമങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി പോലീസ്. കത്തുന്ന വേനൽ ചൂടിന് ആശ്വാസം പകർന്ന് കാസർഗോഡ് പലയിടത്തും മഴ. വെള്ളിയാഴ്ച രാവിലെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ അരമണിക്കൂറോളം മഴ നീണ്ടുനിന്നു. കാസർഗോഡ് ഒഴിഞ്ഞവളപ്പ് കടപ്പുറത്ത് വിരിയിച്ചെടുത്ത കടലാമ കുഞ്ഞുങ്ങളെ തുറന്നുവിട്ടു. ഒലിവ് റിഡ്ലി ഇനത്തിൽപ്പെട്ട കടലാമ കുഞ്ഞുങ്ങളെയാണ് കടലിലേക്ക് വിട്ടത്. കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി 6 മാസം. പ്രതിസന്ധിയിലായത് ബേക്കൽ ടൂറിസം പരിസരത്തെ ക്ലീനിംഗ് തൊഴിലാളികൾ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് അമ്പലത്തറയിലെ ഗുരുപുരത്തെ വീട്ടിൽ നിന്നും പിടികൂടിയ നിരോധിച്ച 2000 രൂപയുടെ കള്ളനോട്ട് ശേഖരം എണ്ണിത്തീർത്തത് 24 മണിക്കൂർ സമയമെടുത്തു. 2000ന്റെ 360 നോട്ടുകെട്ടുകളായിരുന്നു പിടികൂടിയത്. 20ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്നാണ് 6,96,00,000 രൂപ എണ്ണിത്തിട്ടപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം അമ്പലത്തറയിലെ ഗുരുപുരത്തെ വീട്ടിൽ നിന്നും പിടികൂടിയ നിരോധിച്ച 2000 രൂപയുടെ കള്ളനോട്ടുകൾ എണ്ണിത്തീർത്തത് 24 മണിക്കൂർ സമയമെടുത്തു. അമ്പലത്തറ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ രാജപുരം സ്റ്റേഷനിലെ പോലീസുകാർ ഉൾപ്പെടെ 20ഓളം ഉദ്യോഗസ്ഥർ ചേർന്നാണ് 2000ന്റെ 360 നോട്ടുകെട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തിയത്. 6,96,00,000 രൂപയാണുണ്ടായത്. പല കെട്ടുകളിലും 100 എണ്ണം വീതം ഇല്ലായിരുന്നു. കള്ളനോട്ടായതിനാൽ മെഷീനിൽ നിന്നും നോട്ട് തെറിക്കുന്ന അവസ്ഥയുമുണ്ടായിരുന്നു. സീരിയൽ നമ്പർ അടക്കം പകർത്തുന്നതിനായാണ് പോലീസ് ഇത്രയും സമയമെടുത്ത് ജോലി പൂർത്തീകരിച്ചത്. ഗുരുപുരത്തെ KP ബാബുരാജ് അബ്ദുൾ റസാഖ് എന്നയാൾക്ക് വാടകയ്ക്ക് നൽകിയ വീട്ടിലെ പൂജാമുറിയിൽ നിന്നും കിടപ്പുമുറിയിൽ നിന്നുമായാണ് കള്ളനോട്ട് പിടികൂടിയത്. പണം സൂക്ഷിച്ചതിന്റെ വീഡിയോ ഇടപാടുകാരെ കാട്ടുകയും പകുതി വിലയ്ക്ക് വാങ്ങിയാൽ റിസർവ് ബാങ്കിൽ നിന്നും മാറ്റി വാങ്ങാനാകുമെന്ന് പ്രലോഭിപ്പിക്കുകയുമാണ് രീതി. ഈ വിധത്തിൽ കബളിപ്പിക്കപ്പെട്ടവരിൽ നിന്നാണ് പോലീസിന് ഇത് സംബന്ധിച്ച സൂചന ലഭിച്ചത്. കള്ളനോട്ടുകൾ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സംഭവത്തിൽ കല്യോട്ട് താമസിക്കുന്ന പാണത്തൂർ സ്വദേശിയായ അബ്ദുൾ റസാഖിനെതിരെ അമ്പലത്തറ പോലീസ് കേസെടുത്തു. കർണാടക സുള്യ സ്വദേശിയുടെ നേതൃത്വത്തിലാണ് കള്ളനോട്ട് ഇടപാടെന്നാണ് വിവരം. ഇവരെ കണ്ടെത്തുവാൻ പോലീസ് വ്യാപകമായ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് കള്ളനോട്ട് കണ്ടെത്തിയതായി അറിഞ്ഞയുടൻ ഇരുവരും മുങ്ങിയെന്നാണ് പോലീസിന്റെ നിഗമനം. 10 വർഷം മുൻപ് മൗവൽ ഹദ്ദാദിലേക്ക് താമസമെത്തിയ കർണാടക സ്വദേശി പരയങ്ങാനത്ത് കോടികളുടെ വീട് പണിയുന്നുണ്ട്. ഹോട്ടൽ വ്യാപാരം നടത്തുന്നയാൾ എന്ന വ്യാജേനയാണ് റസാഖ് ഗുരുപുരത്ത് വീട് വാടകയ്ക്കെടുത്തത്. മൗവലിലെയും അമ്പലത്തറയിലെയും 2 പ്രമുഖന്മാർക്ക് കൂടി ഇതിൽ പങ്കുള്ളതായി സൂചനയുണ്ട്. 2000 രൂപയുടെ നോട്ട് നിരോധിച്ചുവെങ്കിലും റിസർവ് ബാങ്കിൽ ഇപ്പോഴും 2000 രൂപ സ്വീകരിക്കുന്നുണ്ട്. കള്ളനോട്ടുകൾ കാണിച്ച് തട്ടിപ്പ് നടത്തുവാനോ അതോ നോട്ടുകൾ നിരോധിക്കുന്നതിനു മുൻപായി വിതരണത്തിനായി അച്ചടിച്ചതാണോ നോട്ടുകളെന്ന് പോലീസ് സംശയിക്കുന്നു. ഒളിവിലുള്ളവരെ പിടികൂടി ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യം പുറത്തു വരികയുള്ളൂ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ കാസർഗോട്ടും പ്രതിഷേധം. ആം ആദ്മിയുടെ നേതൃത്വത്തിൽ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി കാസർഗോഡ് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതനാടിനെ കൊള്ളയടിച്ച് വ്യവസ്ഥിതിയാകെ കയ്യിലെടുത്ത്
നേതാവേ ഭാരതനാടിൻ നേതാവേ മുന്നോട്ട് ആം ആദ്മി മുന്നോട്ട് തിരിച്ചു വരൂ അരവിന്ദ് തിരിച്ചു വരൂ ഭാരതനാടിൻ നേതൃത്വം. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ച പ്രവർത്തകർ ദേശീയപാത ഉപരോധവും നടത്തി. ജനാധിപത്യം സംരക്ഷിക്കൂ. ഒറ്റക്കെട്ടായി മുന്നോട്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ബൈക്കിലെത്തി മാല പൊട്ടിക്കുന്ന സംഭവം. പ്രതികളെ പിടികൂടുവാനാകാതെ പോലീസ്. കാഞ്ഞങ്ങാട്ടും ആശങ്ക. സമൂഹ മാധ്യമങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി പോലീസ്. വെള്ളം ചോദിച്ചും വഴി ചോദിക്കുവാനെന്ന വ്യാജേനയുമാണ് ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തുന്ന സംഘം മാല പൊട്ടിച്ച് കടന്നു കളയുന്നത്. മുതിർന്ന സ്ത്രീകളാണ് ഇവരുടെ ഇരകൾ. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ പോലീസിന് പ്രതികളെ പിടികൂടുവാനാകാത്ത അവസ്ഥയാണ്. CCTV ക്യാമറകളിൽ ഉൾപ്പെടെ മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ പതിയുന്നുണ്ടെങ്കിലും മോഷ്ടിച്ച ബൈക്കുകളിലെത്തിയുള്ള കവർച്ചയായതിനാലാണ് പോലീസിന് പ്രതികളെ പിടികൂടുവാനാകാത്തത്. മാല തട്ടിപ്പറിക്കുന്ന സംഘത്തെ ഭയന്ന് ആൾക്കാർ ഒഴിഞ്ഞയിടങ്ങളിൽ സ്ത്രീകൾക്ക് ആശങ്കയോടെ സഞ്ചരിക്കേണ്ട അവസ്ഥയാണിപ്പോഴുള്ളത്. ഈ സാഹചര്യത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ബോധവൽക്കരണം കൂടി നടത്തുകയാണ് പോലീസ്. ഇതിന്റെ ഭാഗമായാണ് ഹൊസ്ദുർഗ് പോലീസ് സമൂഹ മാധ്യമങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി എത്തിയത്. ആൾത്തിരക്കൊഴിഞ്ഞ വഴികളിലും ഗ്രാമീണ റോഡുകളിലും അപരിചിതർ ബൈക്കിൽ വന്ന് വഴി ചോദിക്കുന്നതായും സ്വർണ്ണമാല പൊട്ടിച്ചു പോകുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജാഗ്രത പാലിക്കണം, ഇതാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. ഇതിനിടെ കഴിഞ്ഞ ദിവസം കൂഡ്ലു പായിച്ചാലിലെ 60-കാരിയായ സാവിത്രിയുടെ കഴുത്തിൽ നിന്നും 2 പവനോളം തൂക്കം വരുന്ന സ്വർണ്ണമാല തട്ടിപ്പറിച്ച സംഭവത്തിൽ മോഷ്ടാവിനെ കണ്ടെത്തുവാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. സാവിത്രി ആശുപത്രിയിലേക്ക് പോയി തിരിച്ചു വരവെ ചൌക്കി ആസാദ് നഗറിലെത്തിയപ്പോൾ ഹെൽമറ്റ് ധരിച്ച് സ്കൂട്ടറിലെത്തിയ യുവാവ് സമീപത്ത് നിർത്തി ഒരാളുടെ പേര് ചോദിക്കുകയും ഉടൻ മാല പറിച്ചെടുത്ത് കടന്നു കളയുകയുമായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി പരിസര പ്രദേശത്തെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. നേരത്തെ സമാനമായ രീതിയിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് പിടിയിലായ പ്രതികളെ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കത്തുന്ന വേനൽ ചൂടിന് ആശ്വാസം പകർന്ന് കാസർഗോഡ് പലയിടത്തും മഴ. വെള്ളിയാഴ്ച രാവിലെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ അരമണിക്കൂറോളം മഴ പെയ്തു. കത്തുന്ന വേനൽ ചൂടുകൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടവേ ആശ്വാസം പകർന്ന് കാസർഗോഡ് പലയിടത്തും മഴ ലഭിച്ചു. മധൂർ, മാന്യ, ഉപ്പള എന്നീ പ്രദേശങ്ങളിലെല്ലാം വെള്ളിയാഴ്ച രാവിലെ നല്ല മഴ ലഭിച്ചു. ചില പ്രദേശങ്ങളിൽ അരമണിക്കൂറോളം മഴ നീണ്ടുനിന്നു. ജില്ലയുടെ മലയോര മേഖലയിലും ചെറിയ രീതിയിൽ മഴ ലഭിച്ചു. ജില്ലയിലെ പല പ്രദേശങ്ങളും ഇപ്പോഴും മേഘാവൃതമായി തുടരുന്നത് മഴ സാധ്യത വർദ്ധിപ്പിക്കുന്നു. കാസർഗോഡ് ഉൾപ്പെടെയുള്ള 10 ജില്ലകളിൽ വേനൽ മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പുണ്ട്. തമിഴ്നാട് തീരത്ത് ഉയർന്ന തിരമാലകൾ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് കേരളത്തിലെ 10 ജില്ലകളിൽ വേനൽ മഴ മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും വേനൽ മഴ ലഭിക്കുവാനിടയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ പ്രവചനം. വടക്കൻ ജില്ലകളിൽ 2 മാസത്തിലേറെയായി മഴ ലഭിച്ചിരുന്നില്ല. ചുട്ടുപൊള്ളുന്ന വേനലിന് ഏറെ ആശ്വാസം ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ പെയ്ത വേനൽ മഴയിലൂടെ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഒഴിഞ്ഞവളപ്പ് കടപ്പുറത്ത് വിരിച്ചെടുത്ത കടലാമ കുഞ്ഞുങ്ങളെ തുറന്നുവിട്ടു. വംശനാശ ഭീഷണി നേരിടുന്ന ഒലിവ് റിഡ്ലി ഇനത്തിൽപ്പെട്ട കടലാമ കുഞ്ഞുങ്ങളെയാണ് പ്രദേശവാസികളുടെ സഹായത്തോടെ കടലിലേക്ക് തുറന്നുവിട്ടത്. കാസർഗോഡ് ഒഴിഞ്ഞവളപ്പ് കടപ്പുറത്തെ പ്രദേശവാസികൾ സ്വമേധയാ ഏറ്റെടുത്ത ദൗത്യമാണിത്. കടലാമ സംരക്ഷണ കേന്ദ്രമായി 7ഓളം കൂടുകൾ നിർമ്മിച്ചാണ് ഇവർ മുട്ടകൾ സംരക്ഷിച്ചത്. വംശനാശ ഭീഷണി നേരിടുന്ന ഒലിവ് റിഡ്ലി ഇനത്തിൽപ്പെട്ട 100ഓളം കടലാമ കുഞ്ഞുങ്ങളെയാണ് ഇത്തരത്തിൽ മുട്ട വിരിയിച്ച് കടലിലേക്ക് തുറന്നുവിട്ടത്. കടൽ തീരത്തെ മണൽത്തിട്ടകളിലാണ് ഇവ മുട്ടയിടുന്നത്. തെരുവ് നായ്ക്കളോ പക്ഷികളോ മുട്ടകൾ ആഹാരമാക്കാതിരിക്കാനാണ് പ്രദേശവാസികളുടെ കൂട്ടായ്മയിൽ ഇവയ്ക്ക് സംരക്ഷണം ഒരുക്കുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ കുഞ്ഞുങ്ങളെ മുട്ട വിരിയിച്ച് കടലിലേക്ക് അയക്കുവാനുള്ള ശ്രമത്തിലാണ് ഇവർ. 45 ദിവസം മുന്നേ ഈ ഒഴിഞ്ഞവളപ്പ് ജംഗ്ഷൻ, കടപ്പുറം ജംഗ്ഷനിൽ കാണപ്പെടുകയും അത് ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അവർ സ്വയം താല്പര്യത്തോടെ മുൻകൈ എടുത്തുകൊണ്ട് വേലി കെട്ടി വളരെ സുരക്ഷിതമായ രീതിയിൽ സംരക്ഷിക്കുകയും
45-50 ദിവസം ഇതിന് വേണ്ട രീതിയിൽ സംരക്ഷണം പകലും രാത്രിയും ഒക്കെ വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ട് ആയത് ഇന്നലെ 10ഓളം കുഞ്ഞുങ്ങളെ കടലിലേക്ക് വിടുകയുണ്ടായി. ഇന്നിപ്പം ബാക്കി ഉള്ള ഒരു 70-75 കടലാമ കുഞ്ഞുങ്ങളെ ഇന്ന് നാട്ടുകാരുടെയും ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഡിപ്പാർട്ട്മെൻറ്റ് അധികാരികളുടെ നേതൃത്വത്തിൽ ഇന്ന് കടലേക്ക് ഈ സമയം വിടുകയുണ്ടായി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ കടലാമ സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതിനോടകം ആയിരക്കണക്കിന് കടലാമ കുഞ്ഞുങ്ങളെയാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിരിയിച്ചെടുത്ത് കടലിലേക്ക് തുറന്നുവിട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉത്തര കേരളത്തിലെ ക്ഷേത്രങ്ങൾ പൂരോത്സവ നിറവിൽ. പൂവിടൽ ചടങ്ങും പൂരക്കളിയുമായി 9 നാൾ നീളുന്നതാണ് വടക്കൻ മണ്ണിലെ പൂരാഘോഷം. മീനമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിൽ തുടങ്ങി പൂരം നാൾ വരെയുള്ള ദിവസങ്ങളിലായാണ് ക്ഷേത്രങ്ങളിലും തറവാടുകളിലും പൂരാഘോഷ ചടങ്ങുകൾ നടന്നുവരുന്നത്. ശ്രീ മഹാദേവന്റെ കോപത്താൽ ഭസ്മമായി മാറിയ കാമദേവന്റെ പുനർജനിക്കായുള്ള ആരാധനയെന്ന് ഐതിഹ്യം. മഹാവിഷ്ണുവിന്റെ ആജ്ഞപ്രകാരം അപ്സരസുകൾ പൂക്കൾ അർപ്പിച്ച് ത്രിലോകങ്ങളിലും പാടിക്കളിച്ച കളിയത്രേ പൂരക്കളി. ശ്രീകൃഷ്ണന്റെ ബാലലീലകൾ, രാമായണ കഥാ സന്ദർഭങ്ങൾ തുടങ്ങിയവ വർണ്ണിക്കുന്ന വരികളോടുകൂടിയ ചുവടുകൾ പൂരക്കളിയിൽ പ്രധാനമാണ്. 18 നിറങ്ങളിലായാണ് പൂരക്കളിയെ ആചാര്യന്മാർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പൂരക്കളിക്കൊപ്പം ക്ഷേത്രാങ്കണങ്ങളിൽ ദേവീ ദേവന്മാർക്കായി ബാലികമാർ പൂവിടൽ ചടങ്ങും നടത്തുന്നു. കഴകം കയറൽ ചടങ്ങോടെ പൂരക്കളി ആചാര്യന്മാരായ പണിക്കർമാർ തമ്മിൽ വേദ ഇതിഹാസ വിഷയങ്ങളിൽ നടക്കുന്ന സംവാദവും തർക്കവും ഉൾക്കൊള്ളുന്ന മറത്ത് കളിക്കും തുടക്കമായി. പൂക്കൾ കൊണ്ട് കാമരൂപം തീർക്കൽ, വിഗ്രഹങ്ങളും തിരുവായുധങ്ങളും കുളങ്ങളിൽ ആറാടിക്കുന്ന പൂരംകുളി എന്നിവയോടെയാണ് 9 നാൾ നീളുന്ന പൂരോത്സവ സമാപനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജനമനസ് തൊട്ടറിഞ്ഞ് ആവേശം വിതറി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തിരഞ്ഞെടുപ്പ് പര്യടനം. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പര്യടനം പൂർത്തിയായി. കഴിഞ്ഞ 5 വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളും ഇടപെടലുകളും എണ്ണിപ്പറഞ്ഞാണ് ഓരോ കേന്ദ്രങ്ങളിലുമെത്തി രാജ്മോഹൻ ഉണ്ണിത്താൻ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനത്തിന്റെ 2ാം ഘട്ട പ്രചരണത്തിന് കല്യാശ്ശേരിയിൽ തുടക്കമായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രചരണ രംഗത്ത് സജീവമായ സിറ്റിംഗ് MP കൂടിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ പാർലമെന്റ് മണ്ഡലത്തിലെ പരമാവധി വോട്ടർമാരെ കാണുന്നതിനും അവരോട് സംവദിക്കുകയും ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികളും ഇടപെടലുകളും എണ്ണിപ്പറഞ്ഞാണ് UDF സ്ഥാനാർത്ഥി ഓരോ കേന്ദ്രങ്ങളിലും ജനങ്ങളെ കാണുന്നത്. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തിയാണ് ഉണ്ണിത്താൻ വോട്ട് അഭ്യർത്ഥിച്ചത്. രാവിലെ അതിഞ്ഞാലിൽ നിന്ന് ആരംഭിച്ച പര്യടനം അജാനൂർ കടപ്പുറത്താണ് സമാപിച്ചത്. മാവുങ്കാൽ, ഒടയംചാൽ, രാജപുരം, കോളിച്ചാൽ, പാണത്തൂർ, മാലോം, വെള്ളരിക്കുണ്ട്, പരപ്പ, കാലിച്ചാനടുക്കം, ചോയ്യങ്കോട്, കീക്കാങ്കോട്, പടന്നക്കാട്, ഒഴിഞ്ഞവളപ്പ് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. കുടിയേറ്റ കേന്ദ്രമായ രാജപുരത്ത് തിരുക്കുടുംബ ഫെറോന ദേവാലയത്തിൽ എത്തിയ സ്ഥാനാർത്ഥിയെ ഫാദർ ബേബി കട്ട്യാങ്കലിന്റെ നേതൃത്വത്തിൽ ഷാളണിയിച്ച് സ്വീകരിച്ചു. മാലോത്തും വെള്ളരിക്കുണ്ടിലും പരപ്പയിലും കാലിച്ചാനടുക്കത്തും ചോയ്യങ്കോടും സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. PV സുരേഷ്, ബഷീർ വെള്ളിക്കോത്ത്, ഹരീഷ് P നായർ, രാജു കട്ടകയം, TK നാരായണൻ, കൂക്കൾ ബാലകൃഷ്ണൻ, മീനാക്ഷി ബാലകൃഷ്ണൻ, ലത്തീഫ്, ബദറുദ്ദീൻ, മുസ്തഫ തായന്നൂർ, പ്രിൻസ്, മധുസൂദനൻ ബാലൂർ, ഉമേഷൻ ബേളൂർ, ജോമോൻ ജോസ്, കാർത്തികേയൻ പെരിയ, നോയൽ ടോമിൻ ജോസഫ്, ജവാദ് പുത്തൂർ, BP പ്രദീപ് കുമാർ, CV ഭാവനൻ, H വിഘ്നേശ്വര ഭട്ട്, മനോജ് പെരിയങ്ങാനം, MP ജോസഫ്, സൈമൺ മണ്ണൂർ, KJ ജെയിംസ്, ഡാർലിൻ ജോർജ്, സിജോ അമ്പാട്ട് എന്നിവർ വിവിധ പ്രദേശങ്ങളിൽ MP യോടൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
കരിന്തളം കൂടലിൽ മഹാശില കാലഘട്ടത്തിലെ കുടിലുകളുടെ തെളിവുകൾ കണ്ടെത്തി. ചെങ്കല്ലറകളും കുടിലുകൾ നിർമ്മിക്കുവാനായി നിർമ്മിച്ച കാൽക്കുഴികളും തൊപ്പിക്കല്ലുമാണ് കണ്ടെത്തിയത്. കാസർഗോഡ് ജില്ലയിലെ കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ കൂടൽ എന്ന സ്ഥലത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മഹാശില കാലഘട്ടത്തിലെ സ്മാരകങ്ങളായ ചെങ്കല്ലറകളും കുടിലുകൾ നിർമ്മിക്കാനായി നിർമ്മിച്ച കാൽക്കുഴികളും തൊപ്പിക്കല്ലും കണ്ടെത്തി. പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്ര വിഭാഗം അധ്യാപകനും ചരിത്ര ഗവേഷകനുമായ ഡോക്ടർ നന്ദകുമാർ കോറോത്ത്, പ്രദേശവാസികളായ സതീശൻ കളിയാനം, ജോസ് ടി വർഗീസ്, കെ രാജേഷ് എന്നിവരുടെ സഹായത്തോടെ നടത്തിയ ഉപരിതല നിരീക്ഷണത്തിലാണ് മഹാശിലാ സ്മാരകങ്ങൾ കണ്ടെത്തിയത്. ഒരു തൊപ്പിക്കല്ലും തുറന്ന നിലയിലുള്ള ഒരു ചെങ്കല്ലറയും തുറക്കാത്ത 3 ചെങ്കല്ലറകളും 4 കുടിലുകളുടേതെന്ന് കരുതാവുന്ന കാൽക്കുഴികളുമാണ് കണ്ടെത്തിയത്. ഈ നിർമ്മിതികൾ കണ്ടെത്തി അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടും കുറേ കാലഘട്ടമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല മേഖലകളിലെ ഇങ്ങനത്തെ ചെങ്കല്ലറകൾ അതുപോലെ തന്നെ ഇങ്ങനത്തെ നിർമ്മിതികൾ കണ്ടെത്തി അത് നമ്മൾ സാറുമായിട്ട് ബന്ധപ്പെട്ട് നന്ദകുമാർ സാറ് നമ്മളെ നെഹ്റു കോളേജിൻ്റെ ചരിത്രാധ്യാപകനുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയങ്ങൾ കുറേ കാലമായിട്ട് ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് കണ്ടെത്തിയ ഈ സാധനങ്ങളൊക്കെ സാറിന് കാണിച്ചു കൊടുക്കാൻ വന്നതന്നെ. ചെങ്കല്ലറകളിൽ കവാടം തുറക്കപ്പെട്ട നിലയിലുള്ള ചെങ്കല്ലറയിൽ മുകൾ ഭാഗത്ത് മധ്യത്തിൽ സാധാരണയായി കാണാറുള്ള അടപ്പോടുകൂടിയ വൃത്താകൃതിയിലുള്ള സുഷിരം നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതും, മുകൾ ഭാഗത്ത് സമചതുരാകൃതിയിൽ 15 അടി നീളത്തിലും വീതിയിലും 4 മൂലകളിലായി കാൽക്കുഴികൾ ഉണ്ട് എന്നുള്ളതും ചരിത്ര പ്രാധാന്യമുള്ള കണ്ടെത്തലാണ്. മുൻപ് മലപ്പുറം ജില്ലയിൽ നിന്ന് 2 കുടിലുകളുടെ കാൽക്കുഴികൾ കണ്ടെത്തിയെങ്കിലും മഹാശിലാ സ്മാരകങ്ങൾ അനുബന്ധമായി ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ കാലഘടന നിർണയിക്കുന്നതിലും മഹാശിലാ കാലഘട്ടത്തിലേതെന്ന അനുമാനത്തിലേക്ക് എത്തുന്നതിനും പരിമിതികളുണ്ടായിരുന്നു. ചെങ്കല്ലറകളുടെ മുകളിൽ തന്നെ കാൽക്കുഴികൾ കണ്ടെത്തിയത് കാലനിർണയത്തിന് സഹായകമായി. ചെങ്കല്ലറയുടെ മുകളിൽ സമചതുരാകൃതിയിലും സമീപത്തായി സംഘകാല കൃതികളിൽ പരാമർശിക്കുന്ന വൃത്താകൃതിയിലുള്ള കുടിലുകളുടേതെന്ന് അനുമാനിക്കുന്ന 3 കൂട്ടം കാൽക്കുഴികളാണ് കണ്ടെത്തിയത്. ഈ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചെങ്കല്ലറയുടെ മുകൾ ഭാഗത്തായിട്ട് കുറേയധികം ഹോൾസ് കാണപ്പെടുന്നുണ്ട്. പ്രത്യേകമായിട്ടുണ്ടാക്കിയ ഹോൾസ് ആ ഒരു കാലത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ അവരുടെ താമസവുമായി ബന്ധപ്പെട്ട് കുടിലുണ്ടാക്കുവാനും മറ്റും ഉപയോഗിച്ചതായിരിക്കാമെന്നാണ് മുമ്പ് തന്നെയുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ അതുപോലുള്ളൊരു കണ്ടെത്തലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ 2 ഭാഗത്തായിട്ട് 2 ഉയർന്ന പ്രദേശങ്ങളിൽ ധാരാളം ഹോൾസുകൾ, പ്രധാനമായിട്ടും 4 ഭാഗങ്ങളിലായിട്ട് ഹോൾസ് കാണപ്പെടുന്നു. അതിന് പുറമെയാണ് 2 ഭാഗത്തും കവാടത്തോടു കൂടിയ രീതിയിലാണ് ഇവിടെയുള്ള റോക്കറ്റ് ചേമ്പറിന്റെ നിർമ്മിതിയുള്ളത്. 2 ഭാഗത്തും കവാടങ്ങൾ ഉണ്ടെന്നതും കവാടം തട്ടുകളായി തിരിച്ചിട്ടില്ല എന്നതും കുടിലിലെ ചെങ്കല്ലറയുടെ മറ്റു പ്രത്യേകതകളാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യർ സംസ്കാര ചടങ്ങുകളുടെ ഭാഗമായി ഇരുമ്പായുധം കൊണ്ട് നിർമ്മിച്ചവയാണ് മഹാശിലാ സ്മാരകങ്ങളായ ചെങ്കല്ലറകളും കൽക്കുഴികളും തൊപ്പിക്കല്ലും കുടക്കല്ലും. ചെങ്കല്ലറയ്ക്കുള്ളിൽ വിശ്വാസത്തിന്റെ ഭാഗമായി വിവിധാകൃതിയിലുള്ള മൺപാത്രങ്ങളും ഇരുമ്പുകൊണ്ടുള്ള പണിയായുധങ്ങളും അടക്കം ചെയ്യാറുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി 6 മാസം. ബേക്കൽ ടൂറിസം പരിസരത്തെ ക്ലീനിംഗ് തൊഴിലാളികളാണ് വേതനം ലഭിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം സഞ്ചാര കേന്ദ്രങ്ങളായ ബേക്കലും പരിസര പ്രദേശവും ശുചിയായി സൂക്ഷിക്കുന്ന താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളമാണ് 6 മാസമായി മുടങ്ങിയിരിക്കുന്നത്. 19 വർഷമായി ജോലി ചെയ്യുന്ന 21 പേർക്കാണ് ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. വെറും 450 രൂപയാണ് ഇവർക്ക് വേതനമായി ലഭിക്കുന്നത്. ഈ തുക ഉപയോഗിച്ചാണ് ഇവർ തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ 6 മാസമായി ശമ്പളം മുടങ്ങിയതോടെ കടുത്ത ജീവിത പ്രയാസമാണ് ജീവനക്കാർ അനുഭവിക്കുന്നത്. ശമ്പളം ലഭ്യമാക്കണമെന്നും 19 വർഷമായി ചെയ്യുന്ന ജോലിയിൽ തങ്ങളെ സ്ഥിരമാക്കണമെന്നും തൊഴിലാളികൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ തങ്ങൾക്കും ലഭ്യമാക്കണമെന്നുമാണ് ജീവനക്കാരുടെ ആവശ്യം. ഡിസ്ട്രിക്ട് ടൂറിസം കൗൺസിലിൻ്റെ കീഴിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ബീച്ച് ക്ലീനിങ് യൂണിറ്റാണ്. 6 മാസമായി ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടില്ലാന്ന് സ്ഥലമാണ്. പിന്നെ ഞങ്ങൾക്ക് ശമ്പളം ഇല്ലാണ്ട് ഞങ്ങൾ ജോലി എടുക്കാമെന്നില്ല. ഇപ്പോഴും ഇപ്പോൾ ഒരു വെയിലത്ത് ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു ദിവസം പോലും ഞങ്ങൾ ജോലി നിർത്തിയിട്ടൊന്നുമില്ല. ജോലി ചെയ്തുകൊണ്ട് തന്നെ ഉണ്ട്. എല്ലാ ജോലിയും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്തുകൊണ്ട് തന്നെ ഉണ്ട്. ശമ്പളം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ശരിയാക്കി തരണം. ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടില്ലാന്ന് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 18 വർഷമായി ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ജോലി സ്ഥിരപ്പെടുത്തുന്ന അതുകൊണ്ട് സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് കിട്ടണം. അതാണ് ഞങ്ങൾ ആവശ്യം.
നിലവിൽ അവധി ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ട അവസ്ഥയാണെന്നും ഇനിയും ശമ്പളം മുടങ്ങിയാൽ ജോലി തന്നെ ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണുള്ളതെന്നും ജീവനക്കാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മയിൽപ്പാറ മജൽ റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. ജനകീയ സമരസമിതി മയിൽപ്പാറ മജൽ റോഡ് ഉപരോധിച്ചു. ഉച്ചവരെ നടത്തിയ പ്രതിഷേധ സമരത്തിൽ നിരവധി പേർ അണിനിരന്നു. കഴിഞ്ഞ 10 വർഷത്തിൽ കൂടുതലായി പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതയോഗ്യമല്ലാത്ത തരത്തിൽ ശോച്യാവസ്ഥ തുടരുന്ന മയിൽപ്പാറ മജൽ റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമരസമിതി രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ മയിൽപ്പാറ മജൽ റോഡ് ഉപരോധിച്ച് സമരം നടത്തി. ഷാലി ടീച്ചർ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അത്രമേലും വാക്ക് പറഞ്ഞതാണ്, നമുക്ക് ഈ ആഴ്ചയിൽ തന്നെ എല്ലാം ശരിയാക്കി തരും എന്ന് നമ്മളോട് വാക്ക് പറഞ്ഞതാണ്. പ്രസിഡന്റും പറഞ്ഞു, അതുപോലെ കോൺട്രാക്ടർ നമ്മളെ വിളിച്ചപ്പം അവരുമായിട്ട് സംസാരിച്ചപ്പോഴും അവർ വാഗ്ദാനം തന്നതാണ്. 22-ാം തീയതി എന്തായാലും എല്ലാ പണിയും പൂർത്തിയാക്കി തരുമെന്ന് പറഞ്ഞതാണ്. എന്നിട്ടും അവരിതിനെ ഒരു ചുവട് പോലും മുമ്പോട്ട് വെക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അല്ലാണ്ട് ഈ വെയിൽ കൊണ്ട് ഇവിടെ ഇരിക്കാൻ ഈ നോമ്പിന് ആർക്കെങ്കിലും തലയ്ക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ വളരെ വിജയപ്രദമായിട്ട് നമുക്കിതിനെ നടത്തി കൊടുക്കണം. അതായത് നമുക്ക് വിജയം കിട്ടണം, നമുക്ക് റോഡ് വേണം. റിയാസ് മജൽ, സലീം സന്ദേശം, ഗിരീഷ് മജൽ, പ്രമീള മജൽ, അൻവർ കല്ലങ്കൈ, റഹീം മജൽ, ഹനീഫ് ബദ്രിയ, കരീം മയിൽപ്പാറ, മുനീർ മജൽ, അഷ്റഫ് മജൽ, യഹിയ മജൽ, സാബിർ മജൽ, ധനേഷ് മജൽ, സവിരാജ്, മനു നീർച്ചാൽ, ആകാശ് നീർച്ചാൽ, രവീന്ദ്രൻ, KB കമലാക്ഷൻ, ഖദീജ കല്ലങ്കടി, സുമിത്ര, ശോഭിത, ഗംഗ, രേഷ്മ, മുഹമ്മദ് മജൽ, മുഹമ്മദ് ജബൽനൂർ, മുസ്തഫ മജൽ, നൌഫൽ അരിജാൽ, രാഘവൻ, വിജയ്, ഉത്തമൻ, മനോജ്, സൈനുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. പ്രദേശവാസികളായ നിരവധി പേർ അണിനിരന്ന ഉപരോധ സമരം കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വൈകുന്നേരം കോൺട്രാക്ടറെ സ്റ്റേഷനിൽ വിളിപ്പിച്ച പ്രശ്ന പരിഹാരമുണ്ടാക്കാമെന്ന ഉറപ്പിന്മേൽ അനുനയ ചർച്ച നടത്തിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. തുടർന്ന് ജില്ലാ കളക്ടർ ഇമ്പശേഖറിനും കാസർഗോഡ് ടൗൺ സ്റ്റേഷൻ മാസ്റ്റർക്കും സമരസമിതി അംഗങ്ങൾ പരാതി നൽകി. വൈകുന്നേരം പോലീസ് സ്റ്റേഷനിൽ നടന്ന ചർച്ചയിൽ 25-ന് പ്രവൃത്തി ആരംഭിക്കുമെന്ന് കാസർഗോഡ് MLA ഉറപ്പ് നൽകി. ഈ സാഹചര്യത്തിൽ തൽക്കാലം മറ്റു സമരപരിപാടികൾ മാറ്റിവെച്ചതായി സമരസമിതി അംഗങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അകൽപ്പാടി ശ്രീ ദുർഗാപരമേശ്വരി ക്ഷേത്രത്തിൽ ലോക കല്യാണാർത്ഥമായി അഷ്ടോത്തര സഹസ്ര നാളികേര ഗണപതി യാഗം, ഋക്സംഹിതായാഗം, സഹസ്ര ചണ്ഡികായാഗം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് 27 മുതൽ തുടക്കമാകും. ഏപ്രിൽ 3 വരെ നടക്കുന്ന ചടങ്ങുകളുടെ ഭാഗമായി വിവിധ വൈദിക, താന്ത്രിക, ധാർമ്മിക പരിപാടികൾ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അകൽപ്പാടി ശ്രീ ദുർഗാപരമേശ്വരി ക്ഷേത്രത്തിൽ ലോക കല്യാണാർത്ഥമായി അഷ്ടോത്തര സഹസ്ര നാളികേര ഗണപതി യാഗം, വേദപുരുഷന്റെ പൂർണ്ണാനുഗ്രഹ പ്രാപ്തിക്കായി ഋക്സംഹിതായാഗം, ഐക്കമത്യഹോമം, രുദ്രഹോമം, ധന്വന്തരി ഹോമം, സഹസ്ര ചണ്ഡികായാഗം, സാന്നിധ്യവൃദ്ധിക്കായി കലശാഭിഷേകം തുടങ്ങിയവ വിവിധ വൈദിക, താന്ത്രിക, ധാർമ്മിക പരിപാടികളോടുകൂടി ഈ മാസം 27 മുതൽ ഏപ്രിൽ 3 വരെ നടക്കും. യാഗം ചടങ്ങുകൾക്ക് മുന്നോടിയായി 26-ാം തീയതി കലവറ നിറയ്ക്കൽ, ചണ്ഡിക യാഗശാലയിൽ വാസ്തുരാക്ഷോഘ്ന ഹോമം എന്നിവ നടക്കും. 27-ന് വിവിധ പൂജാ ചടങ്ങുകളും 11:30-ന് ഋക്സംഹിത യാഗ പ്രാരംഭവും നടക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ പൂജാ ചടങ്ങുകളും വൈദിക, താന്ത്രിക, ಧಾರ್ಮಿಕ പരിപാടികളും നടക്കും. 1008 ತೆಂಗಿನಕಾಯಿಯ ಗಣಹೋಮದೊಂದಿಗೆ ಋಕ್ಸಂಹಿತ ಯಜ್ಞ, ಧನ್ವಂತರಿ ಹವನ, ರುದ್ರಹೋಮ, ಐಕಮತ್ಯ ಹೋಮ ಹಾಗೂ ಸಹಸ್ರ ಚಂಡಿಕಾ ಹವನ, ಇಷ್ಟು ದೊಡ್ಡ ಕಾರ್ಯಕ್ರಮವನ್ನು ನಾವು ಒಂದು 150 ಋತ್ವಿಜರು ಇದ್ದುಕೊಂಡು, ವೈದಿಕರು ಇದ್ದುಕೊಂಡು ನಡೆಯುವಂತಹ ಒಂದು ವಿಶೇಷವಾದಂತಹ ಕಾರ್ಯಕ್ರಮ ಇದು. ಚಂಡಿಕಾ ಯಾಗ ಅನ್ನುವಂಥದ್ದೇ ಬಹಳ ಶ್ರೇಷ್ಠವಾದದ್ದು. ಅದರಲ್ಲಿ ಕೂಡ ನಾವು ಸಹಸ್ರ ಚಂಡಿಕಾ ಯಾಗವನ್ನು ಮಾಡ್ತಾ ಇದ್ದೇವೆ ಅಂತ ಹೇಳಿದ್ರೆ ಆ ಕ್ಷೇತ್ರ, ಪರಿಸರ, ಜನರು, ಸಮಾಜ ಇದು ಲೋಕ ಕಲ್ಯಾಣಾರ್ಥವಾಗಿ ಮಾಡುವಂತಹ ಒಂದು ಕೆಲಸ. അകൽപ്പാടി ശ്രീക്ഷേത്രം ഭരണ ട്രസ്റ്റി AG ശർമ്മ മംഗളൂരു, അകൽപ്പാടി വേദമാത ട്രസ്റ്റ് ചെയർമാൻ തലേക്ക സുബ്രഹ്മണ്യ ഭട്ട്, ഫിനാൻസ് കമ്മിറ്റി അംഗം കൃഷ്ണമൂർത്തി എടപ്പാടി, പബ്ലിസിറ്റി കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് മാസ്റ്റർ അകൽപ്പാടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറയും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. അബുഹൈൽ KMCC ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു.
ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പ് തുറയും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. അബുഹൈൽ KMCC ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. ദുബായ് KMCC ആക്ടിംഗ് പ്രസിഡന്റ് ഇബ്രാഹിം മുറിച്ചാണ്ടി ഉദ്ഘാടനം ചെയ്തു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തലങ്കര, സാമൂഹ്യ പ്രവർത്തകൻ എബി കുട്ടിയാനം, SKSSF മേഖലാ പ്രസിഡന്റും യുവ പണ്ഡിതനുമായ ഷബീബ് ഫൈസി റബ്ബാനി ബപ്പാലിപ്പൊനം, സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് തൈമൂർ, KMCC സംസ്ഥാന ജില്ലാ മണ്ഡലം മുനിസിപ്പൽ പഞ്ചായത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി ഹനീഫ് TR സ്വാഗതവും ജില്ലാ ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ അന്തിതിരിയൻ, വായിക്കരച്ചൻ എന്നീ ആചാരസ്ഥാനങ്ങളിലേക്കുള്ള ആചാരം കൊള്ളൽ ചടങ്ങ് നടന്നു. അന്തിതിരിയനായി കൊളവയൽ കാറ്റാടി സ്വദേശി ആക്കോടൻ ബാലകൃഷ്ണനും IT ഭഗവതിയുടെ അച്ഛനായ വായിക്കരച്ചൻ സ്ഥാനത്തേക്ക് നീലേശ്വരം കൊട്ടച്ചാൽ സ്വദേശി വായിക്കര വിജയനുമാണ് ആചാരസ്ഥാനം ഏറ്റെടുത്തത്. മുഗയ സമുദായത്തിന്റെ പ്രബല ക്ഷേത്രമായ മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി അന്തിതിരിയൻ, വായിക്കരയച്ചൻ എന്നീ ആചാരസ്ഥാനങ്ങളിലേക്കുള്ള ആചാരം കൊള്ളൽ ചടങ്ങ് 3-ാം പൂരനാളിൽ നടന്നു. അന്തിതിരിയനായി കൊളവയൽ കാറ്റാടി സ്വദേശി ആക്കോടൻ ബാലകൃഷ്ണനും IT ഭഗവതിയുടെ അച്ഛനായ വായിക്കരച്ചൻ സ്ഥാനത്തേക്ക് നീലേശ്വരം കൊട്ടച്ചാൽ സ്വദേശി വായിക്കര വിജയനുമാണ് ആചാരം സ്ഥാനം ഏറ്റെടുത്തത്. ഇരുവരും തറവാട്ടുകാരോടൊപ്പം ക്ഷേത്രത്തിലെത്തിച്ചേർന്ന ആചാരസ്ഥാനികരോടും ക്ഷേത്ര ഭാരവാഹികളോടും മറ്റ് ജനപദങ്ങളോടും സ്ഥാനം ഏറ്റെടുക്കുന്നതിനുള്ള സമ്മതമറിയിച്ചതിനു ശേഷം വെള്ളിക്കോത്ത് വാരിക്കാട്ടിലത്തേക്ക് ഭക്തജനസമേതം പുറപ്പെട്ടു. ഇല്ലത്ത് വെച്ച് വാരിക്കാട്ട് ശ്രീധരതന്ത്രിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. വാരിക്കാട്ടിലത്ത് വെച്ച് കലശം കുളിച്ച ഇരുവരെയും വാരിക്കാട്ട് ശ്രീധരതന്ത്രി സ്ഥാനപ്പേര് ചൊല്ലി വിളിച്ച് ആചാരസ്ഥാനം നൽകി. തുടർന്ന് ദേശത്തിനധിപൻ മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെത്തി ദേവീദേവന്മാരെ വണങ്ങിയതിനു ശേഷം ചെണ്ടമേളത്തിന്റെയും മറ്റ് ഭക്തജനങ്ങളുടെയും അകമ്പടിയോടെ മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെത്തി മറ്റു ചടങ്ങുകൾ നടത്തി. ക്ഷേത്രത്തിലെ പൂരോത്സവത്തിന്റെ ഭാഗമായുള്ള പൂരം കുടിയിലും ഇനിയുള്ള മറ്റ് ചടങ്ങുകളിലും ഇവർ തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് വാടക വീട്ടിൽ നിന്നും പിടികൂടിയ നിരോധിച്ച 2000 രൂപയുടെ കള്ളനോട്ട് ശേഖരം എണ്ണിത്തീർത്തത് 24 മണിക്കൂർ സമയമെടുത്ത് 20ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്നാണ് തുക എണ്ണിത്തിട്ടപ്പെടുത്തിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ കാസർഗോട്ടും ആം ആദ്മി പ്രതിഷേധം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. കാസർഗോഡ് ജില്ലയിൽ ബൈക്കിലെത്തി മാല പൊട്ടിക്കുന്ന സംഭവം. പ്രതികളെ പിടികൂടുവാനാകാതെ പോലീസ്. കാഞ്ഞങ്ങാട്ടും ആശങ്ക. സമൂഹ മാധ്യമങ്ങളിൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി പോലീസ്. കത്തുന്ന വേനൽ ചൂടിന് ആശ്വാസം പകർന്ന് കാസർഗോഡ് പലയിടത്തും മഴ. വെള്ളിയാഴ്ച രാവിലെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ അരമണിക്കൂറോളം മഴ നീണ്ടുനിന്നു. കാസർഗോഡ് ഒഴിഞ്ഞവളപ്പ് കടപ്പുറത്ത് വിരിയിച്ചെടുത്ത കടലാമ കുഞ്ഞുങ്ങളെ തുറന്നുവിട്ടു. ഒലിവ് റിഡ്ലി ഇനത്തിൽപ്പെട്ട കടലാമ കുഞ്ഞുങ്ങളെയാണ് കടലിലേക്ക് വിട്ടത്. കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി 6 മാസം. പ്രതിസന്ധിയിലായത് ബേക്കൽ ടൂറിസം പരിസരത്തെ ക്ലീനിംഗ് തൊഴിലാളികൾ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.